നിങ്ങൾ പുതിയതായി ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസിനെ മറ്റൊരു ലെവലിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ ശേഷിയുള്ള അറിവുകൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്ന 3 പുസ്തകങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ബിസിനസ് ചെയ്ത് വിജയം കൈവരിച്ച് ബില്യണയേഴ്സായി മാറിയ ലോകപ്രശസ്തരായ വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങളാണ് ഇവ 3. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്, 0 to 1, മില്ലനെയർ മാപ്പ് എന്നീ 3 പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ബിസിനസ് രംഗത്തിലെ ചതിക്കുഴികൾ മനസ്സിലാക്കുവാനും ബിസിനസ് രംഗത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ ഈ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കുക എന്നുള്ളത് വളരെ സമയം പോകുന്ന ഒരു കാര്യമാണല്ലേ. മാത്രമല്ല പലർക്കും പുസ്തകം വായിച്ചിരിക്കുവാനുള്ള ഒരു കോൺസെൻട്രേഷനും ഉണ്ടായിരിക്കില്ല, സമയവും ഉണ്ടായിരിക്കില്ല, താല്പര്യവും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഇതിന് പരിഹാരമായി ഈ 3 പുസ്തകങ്ങളുടെയും മലയാളത്തിലുള്ള ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ രംഗത്തിലെ ഉറച്ച ചുവടുവയ്പ്പുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ഈ 3 ഓഡിയോ ബുക്കുകൾ നിങ്ങൾ സെപ്പറേറ്റ് ആയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവാകുന്നത് 480 രൂപയായിരിക്കും. എന്നാൽ ഈ 3 ബുക്കുകളെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ട്രയാങ്കിൾ ഉണ്ടാക്കി ഒരു കോംബോ ഓഫർ നിങ്ങൾക്കായി നൽകുകയാണ്. ഈ കോംബോ ഓഫറിൽ 480 രൂപ ചെലവാക്കി വാങ്ങേണ്ട ഓഡിയോ ബുക്സ് 339 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഈ കോംബോ ഓഫറിന്റെ പേജിലേക്ക് ചെന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഓഫർ വരുന്ന 72 മണിക്കൂറിലേക്ക് മാത്രം. ശരി, തിരിച്ചു നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററാണ് OP കാട്ട. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്ററാണ്. എന്നാൽ അദ്ദേഹം തുടക്കത്തിൽ വളരെയധികം സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും റിയൽ എസ്റ്റേറ്റിലായിരുന്നു കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സും നടത്തിയിരുന്നത്. എന്നാൽ 2007 അദ്ദേഹം ആശിഷ് മൊഡാനി എന്ന ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരമാണ് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. എന്നാൽ 2008 ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യം കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാടധികം സ്റ്റോക്കുകൾ വളരെയധികം മോശമായി പെർഫോം ചെയ്യാൻ തുടങ്ങുകയും ഒരുപാടധികം അസറ്റ്സ് അദ്ദേഹത്തിന് ലോസ് ആവുകയും ചെയ്തു. ഈ ഒരു ഭയം കാരണം OP കാട്ട ആശിഷ് മൊഡാനിയെ വിളിച്ച് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിനെപ്പറ്റി ചോദിക്കുന്നു. അപ്പോൾ ആശിഷ് മൊഡാനി പറഞ്ഞത്, താങ്കൾ ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോങ് ടേമിലേക്കാണ്. ലോങ് ടേമിൽ ഇത്തരത്തിലുള്ള ഇക്കോണമിക് ക്രൈസിസ് ഒന്നും തന്നെ താങ്കളെ ബാധിക്കുകയില്ല, ഇത് മാർക്കറ്റിൽ സർവ്വസാധാരണമാണ് എന്നൊക്കെ പറയുകയാണ്. OP കാട്ട കൂടുതൽ പണവും ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ റിട്ടേണുകളൊന്നും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നില്ല. 2012 2013 5 വർഷം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഒരുപാട് അധികം റിട്ടേൺസ് ഒന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം വളരെയധികം ആശങ്കയിലായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും വലിയ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം തൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ണടച്ച് തന്നെ വിശ്വസിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയം ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ 2016 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ തന്നെ റിട്ടേൺസ് നൽകാൻ തുടങ്ങി. കാരണം 2016 ഉണ്ടായിരുന്ന ഒരുപാടധികം മാറ്റങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ തുടക്കത്തിൽ വളരെ തുച്ഛമായ എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് ലക്ഷങ്ങളും കോടികളും വരെ റിട്ടേൺ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറായ ആശിഷ് മൊഡാനിയെ വിളിച്ച് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മിറാക്കിൾ സംഭവിച്ചത് എന്നതിനെപ്പറ്റി ആരായുകയാണ്. അപ്പോൾ ആശിഷ് മൊഡാനി പറയുന്നത്, സർ, ഇത് വലിയൊരു മിറാക്കിൾ ഒന്നുമല്ല, ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിലും SIPകളിലുമൊക്കെ നല്ല രീതിയിലുള്ളൊരു മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് കാരണമാണ് എന്നൊക്കെ ആശിഷ് മൊഡാനി പറയുകയാണ്. എന്നാൽ അപ്പോഴും OP കാട്ടയ്ക്ക് ഒത്തിരി അധികം സംശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ ആശിഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആശിഷിന് അതിനെല്ലാം വ്യക്തമായ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. OP കാട്ടയുടെ ആദ്യത്തെ ചോദ്യം മ്യൂച്വൽ ഫണ്ട് എന്തായിരുന്നു എന്നതാണ്. ഇതിന് ആശിഷ് മറുപടി പറഞ്ഞത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരുപാടധികം ആളുകളിൽ നിന്നും ഒരുപാടധികം പണം സംഭരിച്ചുകൊണ്ട് അവയെല്ലാം തന്നെ പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും ലഭിക്കുന്ന റിട്ടേണുകൾ ഇവർക്കെല്ലാവർക്കും തന്നെ വീതിച്ച് നൽകുകയും ചെയ്യുന്നതിനെയാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ആരാണ് മാനേജ് ചെയ്യുന്നത് എന്നതായിരുന്നു OP കാട്ടയുടെ രണ്ടാമത്തെ ചോദ്യം. ഇതിന് ആശിഷ് മറുപടി പറഞ്ഞത്, 2 തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഉള്ളത്, ആക്റ്റീവ്ലി മാനേജ്ഡും അതുപോലെ പാസീവ്ലി മാനേജ്ഡും. ആക്റ്റീവ്ലി മാനേജ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം കൃത്യമായി ഏതൊക്കെ ബിസിനസ്സുകളിൽ ഏതൊക്കെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും നഷ്ടമുണ്ടാവുന്ന റിട്ടേൺസ് അധികം തരാത്ത ബിസിനസ്സുകളിൽ നിന്നും ആ പണം മാറ്റി മറ്റൊരു ബിസിനസ്സിലേക്ക് വളരെ പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുമൊക്കെ വളരെ കാൽക്കുലേറ്റീവായിട്ട്
ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഫണ്ടുകൾക്ക് ബ്രോക്കറേജ് ഫീസും ഒരല്പം കൂടുതലായിരിക്കും. ഇവയാണ് ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇവയ്ക്ക് പ്രത്യേകിച്ചൊരു മാനേജറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആക്റ്റീവ്ലി മാനേജ്ഡ് പോലെ അത്രയും കൃത്യമായൊന്നും മാനേജ് ചെയ്യപ്പെടുകയുമില്ല. ഇവയെ നമുക്ക് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്നും വിളിക്കാവുന്നതാണ്. ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സിനെ അപേക്ഷിച്ച് പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സിൽ വളരെയധികം ചുരുങ്ങിയ ബ്രോക്കറേജ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവയുടെ എക്സ്പെൻസ് റേഷ്യോ വളരെയധികം കുറവാണ്. ഇവയിൽ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് OP കാട്ട ചോദിക്കുന്ന സമയത്ത് ആശിഷ് മൊഡാനി പറയുന്നത് അത് തീർത്തും വ്യക്തിപരമായ ഒരു ചോയ്സാണ്. എങ്കിലും പലരും വാരൻ ബഫറ്റിനെ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കിങ്സ് പോലും കൂടുതലായും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് അഥവാ ഇൻഡെക്സ് ഫണ്ട്സിലാണ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പലപ്പോഴും പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് അഥവാ ഇൻഡെക്സ് ഫണ്ട്സൊക്കെ ടോപ്പ് 50 കമ്പനീസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും റിസ്ക് കുറവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും ഇവ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കാൻ സാധിക്കും. അധികം റിസ്ക് ഇല്ലാതെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടും നമുക്ക് ഇവയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് ഏറ്റവും ഉത്തമമായൊരു ചോയ്സ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. OP കാട്ടയുടെ അടുത്ത സംശയം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആശിഷ് പറയുന്നത് 2 തരത്തിൽ നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത്തേത് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ 2 രീതിയിലും നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലംസം എമൗണ്ട് ഒരുമിച്ച് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. മറിച്ച് SIP എന്ന് പറയുന്നത് നമ്മൾ ഒരു നിശ്ചിത തുക എല്ലാ മാസവും അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകൾക്കനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. ഇത്തരത്തിൽ 2 രീതിയിലും നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതിലേതാണ് കൂടുതൽ മികച്ചത് എന്നതായിരുന്നു. ഇതിന് ആശിഷിൻ്റെ മറുപടി 2 തരത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും തീർച്ചയായും നല്ല മാർഗം തന്നെയാണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ റിസ്ക്കും നമ്മൾ ഒറ്റ സമയത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് അത് റിസ്കി ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ SIP എന്ന് പറയുന്ന സമയത്ത് പല ഇടവേളകളിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ റിസ്ക് അത്രമേൽ ബാധിക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാ മാസവും പണം കൃത്യമായി അടക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് OP കാട്ട ചോദിക്കുന്നു. അപ്പോൾ ആശിഷ് പറയുന്നത് തീർച്ചയായും യാതൊരുവിധ പ്രശ്നവുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത പണം വളരെ സേഫ് ആയിട്ട് തന്നെ ഉണ്ടാകും. അത് ഏത് സമയം വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നതാണ് SIPയുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ OP കാട്ട ചോദിക്കുന്നത് എത്ര ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുമോ എന്നതാണ്. അപ്പോൾ ആശിഷ് പറയുന്നത് നമുക്ക് വെറും 1000 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാവുന്നതാണ്. എല്ലാ മാസവും നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നമ്മൾ 12,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാലും മിനിമം നമുക്ക് 15% റിട്ടേൺ എങ്കിലും ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ 12,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഓരോ മാസവും നമ്മൾ 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 20 വർഷം കൊണ്ട് നമുക്ക് 15% റിട്ടേൺസ് വെച്ചിട്ട് നമുക്ക് 15 ലക്ഷത്തോളം റിട്ടേൺസ് മാത്രമായിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ്റർനെറ്റിൽ ഒരുപാട് അധികം SIP കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള റിട്ടേൺ റേറ്റും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് വെറും 1000 രൂപ നമ്മൾ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നമ്മൾ 12,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ആദ്യത്തെ വർഷം ലഭിക്കുന്ന ഇൻട്രസ്റ്റ് 1021 രൂപയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് 13,021 രൂപയാകുന്നു. സെക്കൻഡ് ഇയറിൽ 24,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും 3,114 രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുകയും അങ്ങനെ നമ്മുടെ ടോട്ടൽ എമൗണ്ട് 28,135 രൂപയായി മാറുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വർഷം 36,000 രൂപയിൽ നമുക്ക് 5,544 രൂപ നമുക്ക് ഇൻട്രസ്റ്റായി ലഭിക്കുകയും നമ്മുടെ ടോട്ടൽ എമൗണ്ട് 45,679 രൂപയാവുന്നു. നാലാമത്തെ വർഷം 48,000 രൂപയിൽ നമുക്ക് 8,364 രൂപ ഇൻട്രസ്റ്റായി ലഭിക്കുകയും നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 66,044 രൂപയായി മാറുകയും ചെയ്യുന്നു.
അഞ്ചാമത്തെ വർഷം 60,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 11,638 രൂപ ഇൻട്രസ്റ്റായി ലഭിക്കുകയും നമ്മുടെ ടോട്ടൽ എമൗണ്ട് 89,682 രൂപയായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് വാല്യൂയും അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂയും വളരെയധികം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ 20 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടം ചില്ലറയൊന്നുമല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുന്നു. ഇത്തരത്തിൽ നല്ല രീതിയിലുള്ളൊരു മണി ഗ്രോത്ത് നേടാനായി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ആശ്രയിക്കാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ ആശിഷ് മൊഡാനി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ ഓരോ മാസവും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും ഷെയർ മാർക്കറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ അവ വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആസറ്റ്സ് എല്ലാം ചിലപ്പോൾ വളരെയധികം ലോസിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മന്ത്ലി അസസ്മെൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. മറിച്ച് ലോങ് ടേമിൽ നമുക്ക് ഒരുപാട് അധികം എമൗണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉപയോഗിച്ച് സാധിക്കും. അതുകൊണ്ട് ലോങ് ടേം ഗെയിം മാത്രം കളിക്കാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റ് ഉപയോഗിക്കുക എന്നും കൂടി ആശിഷ് മൊഡാനി കൂട്ടിച്ചേർക്കുന്നു. ആശിഷ് മൊഡാനിയുടെ വളരെ വ്യക്തമായ എക്സ്പ്ലനേഷൻ കൊണ്ട് തന്നെ OP കാട്ടയ്ക്ക് തൻ്റെ എല്ലാവിധ സംശയങ്ങളും ഒഴിവാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും SIPകളെ പറ്റിയും കോമ്പൗണ്ടിങ്ങിനെ പറ്റിയുമൊക്കെ കൃത്യമായ അറിവും ആർജവുമൊക്കെ ലഭിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പ്ലനേഷനെ കൊണ്ട് സാധിച്ചു. ഇതുപോലെ തന്നെ നമുക്കും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ, അതും പാസീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ട്സിൽ തന്നെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. വളരെ ഇഫക്റ്റീവായി ട്രാക്ക് ചെയ്ത് വളരെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഗോളാണ്, ഒരു ലോങ് ടേം ഗെയിമാണ് എന്നത് കൃത്യമായി മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ലോങ് ടേമിൽ കോമ്പൗണ്ടിങ് പവർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്, 0 to 1, മില്ലനെയർ മാപ്പ്, ഈ 3 പുസ്തകങ്ങളുടെയും മലയാളത്തിലുള്ള ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 3 ഓഡിയോ ബുക്കുകൾ നിങ്ങൾ സെപ്പറേറ്റ് ആയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവാകുന്നത് 480 രൂപയായിരിക്കും. ഒരു കോംബോ ഓഫർ നിങ്ങൾക്കായി നൽകുകയാണ്. ഈ കോംബോ ഓഫറിൽ 480 രൂപ ചിലവാക്കി വാങ്ങേണ്ട ഓഡിയോ ബുക്സ് 339 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടൈം ഫോർ ഗ്രേറ്റ്നെസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഈ കോംബോ ഓഫറിന്റെ പേജിലേക്ക് ചെന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഓഫർ വരുന്ന 72 മണിക്കൂറിലേക്ക് മാത്രം.